ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലോജിക്കൽ ഗെയിമിംഗ്. അപ്പോൾ ഗായ്സ്, നമ്മളത് ഒരു ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. ഈ പുള്ളി ഒന്ന് പോകുന്നു തോന്നാണെങ്കിൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ നേരെ പോകണതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റാൻഡിലാണ്. അവിടെ നമ്മുടെ ഒരു ട്രക്ക് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും, നമ്മളൊന്നൊരു ബുഗാട്ടി മോഷ്ടിക്കാൻ പോവാണ്. ബുഗാട്ടി വെറോൺ തോന്നുന്നു, കറക്റ്റായിട്ട് ഇങ്ങനെ അറിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഗായ്സ്, നമ്മളാ ബുഗാട്ടി മോഷ്ടിക്കാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റ്മാൻ്റെ ആണ്. അപ്പൊ പുള്ളിനെ അറിയാത്തതെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു റിച്ച് മാൻ ആണ് എന്ന് പറഞ്ഞാൽ കുറെ ലക്ഷറി കാറുകൾ പുള്ളിക്കുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ലക്ഷറി കാറുകളിൽ നിന്ന് ഒരു കാർ നമ്മളിന്ന് അങ്ങോട്ട് എടുക്കാമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വണ്ടി പാർക്ക് ചെയ്യും. വണ്ടി എൻ്റെ അല്ല, വല്ലവൻ്റെ വണ്ടി മോഷ്ടിച്ചാണ്. ഓക്കെ, പോന വഴി എടുത്താണ്. അപ്പോൾ നമ്മുടെ ട്രക്ക് ബസ് സ്റ്റാൻഡിലെ അവിടെ മറ്റേ സർവീസ് ചെയ്യണ സ്ഥലങ്ങളിൽ അവിടെ ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി പോയി എടുത്തിട്ട് നമ്മളെ വണ്ടി ബുഗാട്ടി നമ്മൾ മോഷ്ടിക്കുക. ഓക്കെ, നമുക്ക് അങ്ങനെ ബുഗാട്ടി മോഷ്ടിച്ച് നേരെ പോയി എടുത്ത് മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ നടക്കൂല. ഓക്കെ, നമ്മൾ പോലീസ് കേസൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഒന്നേ നമ്മളെ സ്റ്റാർട്ട്മാൻ പിടിച്ചാൽ തീർന്നു, എല്ലാം തീർന്നു. ഓക്കെ, അപ്പൊ പുള്ളിയുടെ വണ്ടി എന്ന് വെച്ചാൽ പുള്ളിയുടെ വണ്ടി നല്ല വില കൂടിയ വണ്ടിയാണ്. അപ്പൊ നമ്മൾ ഡാമേജ് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് നല്ല റേറ്റും വരും. നമ്മൾ റിപ്പയറിങ്ങിനായാലും എന്തിനു ചെയ്താലും ഡാമേജ് വരും. അപ്പൊ നമുക്ക് ഡാമേജ് വരാത്ത രീതിയിൽ നമുക്ക് ഈ വണ്ടി എടുക്കാനുള്ള ഏക വഴി നമുക്ക് ഈ ടോ ട്രക്ക് പോലത്തെ ഒരു വണ്ടിയാണ്. പക്ഷെ മറ്റേ ടോ ട്രക്കിനേക്കാളും ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ബെഡ് എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, ഈ പൂച്ചേനെ കൊണ്ട് വലിയ ശല്യമില്ലത്. ഹൈ, പൂച്ച മാറി പോയോ ചത്തോ? ഇല്ല മോനെ. ഓക്കെ, അപ്പൊ നമുക്ക് മാപ്പിൽ ആദ്യം മാർക്ക് ചെയ്യാം കേട്ടോ ഗൈസ്. നമുക്ക് മാപ്പില് മാർക്ക് ചെയ്യണം, നമ്മുടെ സ്ഥലം ഒന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്റ്റാർട്ട്മാന്റെ വീട്. അപ്പൊ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഡാമേജ് വരില്ല. നമ്മള് ഒരു കാറേ കയറ്റാൻ പറ്റുള്ളൂ, എന്നാലും വണ്ടിക്ക് ഡാമേജ് ഒട്ടും വരില്ല. ഓക്കെ, ഈ ട്രക്ക് ഡാമേജ് വന്നാലും വണ്ടിക്ക് ഡാമേജ് വരില്ല. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ സെറ്റിങ്സ്. ഇതൊന്നും മെനിയോ സ്പൂണർ മോഡ് ഓണായെന്ന് തോന്നണം. ഓ മാൻ. ഓക്കെ, ഇതേ കണ്ട, അത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് എടുത്തിട്ടാണ് കയറ്റണത്. ഓക്കെ, അത് നമുക്ക് സ്റ്റാർട്ട്മാൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാം. ഈ സാധനം കയറണമെങ്കിൽ ഇറങ്ങണമെങ്കിൽ കുറച്ച് പാടാം. അപ്പൊ അതൊരു വില്ലയാണ്. ആ വില്ലയിൽ നമ്മൾ ഇതിക്കുമ്പോൾ പോയിട്ടാണ് നമ്മുടെ മിസ്റ്റർ ബീൻ ലോസ് ആൻഡോസിൽ വന്നപ്പോൾ റെന്റ് എടുത്ത വീടാണ്. ആ വീടല്ല, കുറച്ച് അപ്പുറത്തെ വീടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മിസ്റ്റർ ബീൻ താമസിച്ച വീടാണ്. അപ്പൊ മിസ്റ്റർ ബീൻ്റെ വീഡിയോ കാണാത്ത ഒരു മുകളിലത്തെ ഐ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി നേരെ സ്ഥലത്തേക്ക് പോവാം. അപ്പൊ നമ്മൾ ആ വില്ലയിൽ നമ്മള് സൈലന്റ് ആയിട്ട് പോകണം. നമ്മള് വാണ്ടർ ലെവൽ ചിലപ്പോൾ കിട്ടുള്ളൂ, കാരണം അവിടുത്തെ ആരെയും പാര വെച്ചാൽ മാത്രം നമുക്ക് വാണ്ടർ ലെവൽ കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ബുഗാട്ടി ഉണ്ടെന്ന് നോക്കാം. പുള്ളി ബുഗാട്ടി എടുത്തോണ്ട് വല്ലയിടത്ത് ഇറങ്ങേണ്ടത് തീർന്നു. അപ്പൊ ഇപ്പൊ ഈ സമയം വരെ പുള്ളിയുടെ ബുഗാട്ടി മറ്റേ വീട്ടിൽ കിടപ്പുണ്ടോന്നാണ് നമ്മൾ അറിഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി അത് പുള്ളി എടുത്തോണ്ട് പോകുമെന്ന് അറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകണേക്ക് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ ഞെക്കുക ഗൈസ്. അപ്പൊ പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിലാണോന്നും നടക്കില്ല കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ ഒരു പൊടിക്കോടും ദൂരമുള്ളൂ. ആ കാണുന്നതാണ് നമ്മുടെ വില്ല കേട്ടോ. അപ്പൊ നമ്മള് സൈലന്റ് ആയിട്ട് പോകണം, കാരണം അവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നതാണ്. അപ്പൊ ആൾക്കാർ പാര വെച്ചാൽ തീർന്നു. വാണ്ടർ ലെവല് വരാണ്ട് നമുക്ക് പരമാവധി നോക്കാട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് പതുക്കെ പോട്ടോ, ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് നമുക്ക് പതുക്കെ പോവാം. അധികം ഒന്നും ഒച്ച ഉണ്ടാക്കണ്ട. ഓക്കെ, പതുക്കെ നമുക്ക് പോവാം. ഓ ഗൈസ്, ഇതാണ് നമ്മുടെ ബുഗാട്ടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എങ്ങനെ തിരിക്കുക വണ്ടി? തിരിക്കണം എന്നാണ് ഒരു ചെറിയ ബുദ്ധിമുട്ട് ഗൈസ്. എൻ്റെ മോനെ, നമ്മൾ തിരിച്ചിടണം. ഓക്കെ,
നമ്മൾ തിരിച്ചിട്ടാണ് നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ വണ്ടി ഒന്നാമത്. അപ്പോൾ നമുക്ക് നല്ല നൈസ് ആൻഡ് ഈസി ആയിട്ട് നമുക്കത് അങ്ങോട്ട് കയറ്റിയിടാം കേട്ടോ. ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്റ്റാർട്ട്മാൻ എങ്ങടാണ്ട് പോയി വന്ന വഴിയാണ് കണ്ട. ആ ടയർ മാർക്സ് തന്നെ നമുക്ക് മനസ്സിലാവും. എങ്ങടാണ്ട് പുള്ളി പോയിട്ട് വന്നതാണ്. ഇപ്പോൾ വീട്ടിലുണ്ടാവും. പുള്ളി ചിലപ്പോൾ റെസ്റ്റിനൊക്കെ കയറിയതായിരിക്കും. റെസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, നമ്മൾ നൈസായിട്ട് നമ്മുടെ ആ ബുഗാട്ടി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബുഗാട്ടി നമ്മുടെ ഡീലർഷിപ്പിന് വേണ്ടിയിട്ടുണ്ടോ. അപ്പോൾ നമ്മുടെ ഡീലർഷിപ്പിൻ്റെ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതില്ലേ 100 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഡീലർഷിപ്പ് അങ്ങോട്ട് കാണിക്കാമെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റേ സാധനം ഇറക്കിയിട്ടുണ്ട് താഴേക്ക്. ഈ ബുഗാട്ടി ഒന്ന് നമ്മൾ കയറിട്ടൊന്ന് കെട്ടണം. ഒന്ന് കെട്ടിയിട്ടാണ് വലിക്കണം. ഓക്കെ, നമുക്ക് കയറിട്ട് കെട്ടാം. ഓക്കെ, അപ്പോൾ നമ്മൾ കയറിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറിപ്പോവാം. ഇനി നമ്മൾ നമ്മുടെ ട്രക്ക് പണി ചെയ്തോളാം. ബാക്കി എന്തൊക്കെ ഉണ്ടോ കയറ്റി കൊണ്ടുപോകണ്ട. ചെറിയ ചെറിയ ഗ്ലിച്ചൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഗെയിം അല്ലേ ഗൈസ്. നമ്മുടെ വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ട്രെയിലർ അങ്ങോട്ട് വലിച്ച് കയറ്റാം. കയറ്റിക്കോ വണ്ടി കൊണ്ട് കയറിക്കോ. ഓക്കെ, പതുക്കെ നമുക്ക് കയറ്റാം. അപ്പൊ ആരും പാര വെക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. കാരണം ചുറ്റുവട്ടത്തെ ആൾക്കാരുണ്ട്. ചിലപ്പോ പാര വെക്കും. അപ്പൊ നമുക്ക് വണ്ടി എടുക്കാം ഗൈസ്. ഓ മാൻ, പണി പാളി ഗൈസ്. അപ്പൊ നമുക്ക് 2 സ്റ്റാർ വാണ്ടഡ് ലെവല് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ പണി പാളും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഈ ട്രക്കിന് ഒന്നാമത് സ്പീഡ് കുറവാണ്. ഭയങ്കര സ്പീഡ് കുറവാണ്. കാരണം ട്രക്കല്ലേ, നമ്മുടെ കാറിൻ്റെ അത്രയും സ്പീഡൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പോലീസുകാർ വന്നുണ്ട്, ബാക്കിൽ നിന്നും വന്നുണ്ട്. ദൈവമേ, പണി പാളും. ഓ, അതിൻ്റെ ഇടയക്കോട് ഒരുത്തം വന്ന് കയറിയിരിക്കണോക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ ബുഗാട്ടിക്ക് ഒന്നും പറ്റൂല കേട്ടോ, അത് ഉറപ്പാണ്. ബുഗാട്ടിക്ക് ഒന്നും പറ്റില്ല. ബുഗാട്ടി സേഫാണ്. പറ്റാണെങ്കിൽ നമ്മുടെ ട്രക്കിന് പറ്റുള്ളൂ. ഓ മാൻ, ഈ വണ്ടിക്ക് അധികം സ്പീഡില്ലാത്ത കാരണം കുറച്ച് സീനാണ്. 5 സ്റ്റാർ വാണ്ടഡ് ലെവൽ വരെ കളഞ്ഞിട്ടുള്ള നമ്മളാണ്. പിന്നെയാണ് ഈ 2 സ്റ്റാർ. ഇതൊക്കെ എന്ത് ഗൈസ്. അപ്പോൾ നമ്മൾ ടണലിലേക്ക് പോകണില്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് മറ്റേ പോലീസുകാരെ കളയാൻ പറ്റുമോ എന്ന് നോക്കാട്ടോ. ഓ, ഫ്രണ്ടിൽ കൂടെ ഒരുത്തമ്മൻ്റെ. എൻ്റെ ദൈവമേ, നമ്മുടെ ബുഗാട്ടിയൊക്കെ നല്ല ഉറപ്പിച്ച് കെട്ടിയാണ് കേട്ടോ. അതേ കണ്ടോ, നമ്മൾ കാറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് കെട്ടിയിട്ടുണ്ട്. വലിയ സീനൊന്നും ഇല്ല. എന്തൊക്കെ പോയാലും ബുഗാട്ടി പോവില്ല, അത് ഉറപ്പാണ് ഗൈസ്. ഈ ബുഗാട്ടി നമുക്ക് ഏകദേശം ഒരു 15-20 മില്യണോളം നമുക്ക് കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് ബുഗാട്ടി നമ്മുടെ കാർ കളക്ഷൻ എടുക്കണോ അതോ ഡീലർഷിപ്പിന് വെച്ചാൽ മതിയോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. ഒന്നെങ്കിൽ ഡീലർഷിപ്പിന് നമുക്ക് ഇടാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു കാറായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളത് കമൻറ്റിൽ അറിയിക്കാം നമുക്ക് എങ്ങനെയായിട്ടാണ് എടുക്കേണ്ടത് എന്ന്. അപ്പോൾ ആദ്യം നമുക്ക് പോലീസുകാരെ കളയാം. ഇപ്പോൾ ചുറ്റുവട്ടത്ത് പോലീസുകാരില്ല. ആ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോട്ട് കാണുന്നുണ്ട്, അത് കുറച്ച് ദൂരെയാണ് പോലീസുകാർ. ഇപ്പോൾ നമ്മുടെ 2 സ്റ്റാർ വാണ്ടഡ് ലെവൽ മിന്നുണ്ട്. യെസ് ഗൈസ്, 2 സ്റ്റാർ വാണ്ടഡ് ലെവൽ മിന്നുണ്ട്. ഫ്രണ്ടിൽ കൂടെ ഒരുത്ത മിന്നുണ്ട്. ഓ മാൻ, കണ്ടു ഗൈസ്, അവർ കണ്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വഴിക്കോടെ തന്നെ പോകാം. കാരണം ഈ വഴിക്കോടെ അധികം പോലീസുകാരില്ല. അപ്പോൾ സീനുണ്ടാകാൻ വഴി കുറവാ. എന്നാലും നമുക്ക് പോവാട്ടോ ഗൈസ്, സീനൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ 2 സ്റ്റാർ വാണ്ടഡ് ലെവല് മിന്നുണ്ട്, വലിയ സീനൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബുഗാട്ടിയുടെ ടോപ്പ് സ്പീഡൊന്നും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഇതൊന്ന് വണ്ടി എടുത്ത് വയ്ക്കുക. എവിടെയെങ്കിലുമൊക്കെ കയറ്റിയിടാം. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്കാണ് വെക്കണത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മളെങ്ങനെയാണ് ഈ വണ്ടി എടുക്കേണ്ടത് എന്ന്. ഓക്കെ, എൻ്റെ മോനെ, ഇതേ ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ചിലപ്പോൾ ഇവിടുത്തെ പണിക്കാരനായിരിക്കും.
അപ്പോൾ ഗൈസ് നമ്മുടെ 2 സ്റ്റാർ വാണ്ടർ ലെവൽ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതേ കണ്ട സാധനം സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മുടെ മെയിൻ റോഡിലേക്ക് പോവാം. അവിടെയാണ് നമ്മളൊന്ന് ടോപ്പ് സ്പീഡ് ചെയ്യാൻ വേണം. നമ്മുടെ ടെസ്റ്റ് ട്രാക്ക് ചെറിയ പ്രശ്നത്തിലാണ്. അപ്പം നമ്മൾ ഇപ്പം മെയിൻ റോഡിൽ നോക്കാം. കാരണം അതിനുള്ള ടോപ്പ് സ്പീഡ് ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ മെയിൻ റോഡ് ഒന്നാമത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള മെയിൻ റോഡാണ്. അപ്പോൾ സീനൊന്നും ഉണ്ടാവില്ല. നമുക്ക് പറ്റിയില്ലെങ്കിൽ ടെസ്റ്റ് ട്രാക്കിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മെയിൻ റോഡിലേക്ക് പോവാം. 1 hour later. അപ്പോൾ ഗൈസ് നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടി ബാക്കോട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങോട്ട് പോകണം, തിരിക്കി. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ മെയിൻ റോഡിൽ ഒരു പൊസിഷൻ വെക്കണ്ടേ, ടോപ്പ് സ്പീഡ് നോക്കണേ തന്നെ. ഓക്കെ, ഇത് മതിയാവും. അപ്പോൾ നമ്മുടെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി സെറ്റാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് നോക്കാം. അപ്പോൾ ഗൈസ് ഒറ്റയടിക്ക് വണ്ടി ഇതേ 100 കഴിഞ്ഞിട്ടുണ്ട്. എന്താല്ലേ 140, 150, 160, 170. എൻ്റെ മോനെ വണ്ടി സെറ്റപ്പ് സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ ദൈവം ഇപ്പം 200 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 222, 230, 234, 235, 36 അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 200. ഓ മാൻ, 241 243. എൻ്റെ ദൈവമേ, 254, 257. അപ്പോൾ നമ്മുടെ ബുഗാട്ടിയുടെ ടോപ്പ് സ്പീഡ് 257. അതിക്കും മേലെ വണ്ടി പോകണില്ല. ഇത് തന്നെ ധാരാളം, ഇത് തന്നെ അപാര സ്പീഡാണ്. അപ്പോൾ വീഡിയോയിൽ ഇത്ര ഉള്ളൂ. വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ. 1 മിനിറ്റ്, നമ്മൾ ഇൻറ്റീരിയർ കാണിച്ചില്ല കേട്ടോ വണ്ടിയുടെ. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ. അത്യാവശ്യം നല്ല ലക്ഷറി ഇൻറ്റീരിയർ ഒക്കെ തന്നെയാണ്. ഓക്കെ, സെറ്റാണ് എൻ്റെ മോനെ. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.